കർത്താവേ, മരുഭൂമിയിൽ ഒന്നുമില്ലായിരുന്ന അനുഭവത്തിൽ ആരെങ്കിലും വിളിച്ച് സുഖമായിരിക്കുന്നു ചോദിക്കാൻ പോലും ഇല്ലായിരുന്ന സമയത്ത് അന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, ഭക്തി ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. കർത്താവേ, എന്റെ സുഖത്തിൽ, എന്റെ സന്തോഷത്തിൽ ദൈവമേ ഇന്ന് അതെല്ലാം കുറഞ്ഞു പോയിരിക്കുന്നു. ഞാൻ ആദ്യകാലങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉണ്ടായിരുന്നതായ ആ കാഴ്ചപ്പാടൊക്കെ ദൈവം ഓർക്കുവാൻ തക്കൊണ്ട് ഇടയായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയ സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കരയുകയും നിലവിളിക്കുകയും ദൈവസന്നിധി സമർപ്പണത്തോടെ മുന്നോട്ട് പോയ നാളുകളെ ദൈവം ഓർക്കുവാൻ തക്കൊണ്ട് ഇടയായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മെ സ്നേഹിച്ചവർ നമ്മെ പരിഹസിക്കുമ്പോൾ, നമ്മെ പിണങ്ങുമ്പോഴൊക്കെ നമ്മൾ അവരെ എന്നേക്കുമായി അവരെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നു. എന്നാൽ യഹോവയായ ദൈവം നമ്മുടെ നല്ല കാലങ്ങളെ ഓർത്ത് നമ്മെ ഒന്ന് ഓർക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മരുഭൂമിയുടെ അനുഭവത്തെ കുറിച്ച് അറിയാം. ആദ്യകാലങ്ങളിൽ ദേശത്ത് വന്നവർക്കറിയാം, ഒരു ബെഡ് സ്പേസിൽ താമസിച്ചവർ, ഒരു ഫോൺ കോളോ ഇല്ലാതെ ഇരിക്കുന്ന സമയം, ഒരു ആരാധനയ്ക്ക് പോകാൻ കഴിയാതിരുന്നവർ, സ്തോത്രം. അന്നൊക്കെ നമുക്ക് തീഷ്ണതയാണ്, പ്രാർത്ഥനയ്ക്ക് പോകണം, ആരാധനയ്ക്ക് പോകണം. ഒരു എവിടെ ആരാധനയുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലേ ദിവസമേ ആ ദിവസങ്ങളിലൊക്കെ ഒരുങ്ങി ദൈവത്തിനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ആത്മാവിന്റെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതായ ഒരു സമയം. എന്താണ് മരുഭൂമിയുടെ അനുഭവം? അന്ന് കഴിക്കാൻ ശരിക്കും ആഹാരമില്ല, വസ്ത്രമില്ല, നാട്ടിലേക്ക് ശരിയായി കാശ് അയച്ചു കൊടുക്കാനുള്ള സാഹചര്യങ്ങളില്ല. ആ സമയത്തൊക്കെ ഇവിടെ ആയിരിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ സമയമെടുത്തതായ ആ ദൈവം അതൊക്കെ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സമൃദ്ധിയാണ്, ഇന്ന് എല്ലാം ഉണ്ട്. ഇന്ന് ആരാധന കുറഞ്ഞു, പ്രാർത്ഥന കുറഞ്ഞു, ആരാധനയ്ക്ക് പോകാനുള്ളതായ താല്പര്യം കുറഞ്ഞു, ദൈവത്തോടുള്ളതായ സ്നേഹമെല്ലാം കുറഞ്ഞു പോയിരിക്കുന്ന ഒരു കാലഘട്ടം. മരുഭൂമിയിൽ ഇതൊന്നുമില്ലായിരുന്നപ്പോ നീ എന്നെ അനുഗമിച്ച നാളുകളെ ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, നിത്യജീവനെ അവകാശമാക്കുവാൻ ഇറങ്ങിത്തിരിച്ചതായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് സംഭവിച്ചത്? അവിടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയി. ആ ക്രിസ്തുവിൽ നിന്ന് ഏകാഗ്രത വെച്ച് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നിങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ ഒന്നാമതായി നിന്റെ ദൈവത്തെ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി ആ സ്നേഹത്തിനകത്തൊരു പൂർണ്ണത ഉണ്ടാകണം. ആ പൂർണ്ണതയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവനെ അവകാശമാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവസന്നെ നന്ദിയുള്ളായി തീരാൻ കഴിയുന്നുണ്ടോ? ദൈവം നമ്മൾ സന്തോഷം അനുഭവിക്കുമ്പോൾ, ആനന്ദം അനുഭവിക്കുമ്പോൾ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ കുറിച്ച് ഓർക്കുവാൻ നമുക്ക് ഇടയായി തീരണം. ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്, നമ്മുടെ തലമുറകളെ ഓർക്കുന്ന ദൈവമാണ്. സ്വത്രം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന ദൈവമാണ്. നാം എന്നൊരു വ്യക്തി മാനസാന്തരപ്പെട്ട നാമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സകല മേഖലകളിലും ദൈവത്തിന്റെ വലിയ വിടുതലുകളെ പകരുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, മരുഭൂമിയിൽ ഒന്നുമില്ലായിരുന്ന അനുഭവത്തിൽ ആരെങ്കിലും വിളിച്ച് സുഖമായിരിക്കുന്നു ചോദിക്കാൻ പോലും ഇല്ലായിരുന്ന സമയത്ത് അന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, ഭക്തി ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. കർത്താവേ, എന്റെ സുഖത്തിൽ, എന്റെ സന്തോഷത്തിൽ ദൈവമേ ഇന്ന് അതെല്ലാം കുറഞ്ഞു പോയിരിക്കുന്നു. ഞങ്ങൾ മടങ്ങി വരുന്നു. കർത്താവേ, ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് മുതൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഹൃദയങ്ങളെ തൊടുമാറാകണമേ, സ്പർശിക്കുമാറാകണമേ. ദൈവീ ആരാധനയിൽ, ദൈവഭക്തിയിൽ, ദൈവ സ്നേഹത്തിൽ ദൈവത്തെ അനുഗമിക്കുന്നതിൽ മുൻതൂക്കം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് കൃപ നൽകുമാറാകണമേ. ഹൃദയത്തിൽ നിന്ന് ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തി കളയുന്ന ചിന്തകളിൽ നിന്ന്, കൂട്ടുകെട്ടിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിടുവിക്കണമേ. ആത്മീയ ദർശനത്തെ ഹൃദയ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെ നിത്യതയ്ക്ക് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ ഈളിന്റെ അധികാരങ്ങളെയും നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പോലും ഞങ്ങൾ അതിനെ ചേർന്നെടുക്കുന്നു. മനസ്സുകുലുക്കി രൂപാന്തരപ്പെടുവോ. ഓരോ ദിവസവും ഞങ്ങളുടെ വസ്ത്രങ്ങളെ കഴുകാൻ
മറയില്ലാത്ത, ചുരുക്കമില്ലാത്ത, ഓട്ടമില്ലാത്ത നിർമ്മല കന്യകയായി തീരുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി എപ്പോഴും കാത്തിരിക്കുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങോട് യാചിക്കുന്ന കർത്താവേ. We love you, Jesus. We thank you, Lord.